അങ്ങനെ മനോനെയും തേച്ച് അന്നത്തെ വെള്ളടി അങ്ങോട്ട് തുടങ്ങി. ഏതെങ്കിലും ഒരുത്തൻ കുപ്പി പൊട്ടിച്ച അപ്പ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ വായിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇതുവരെ നന്നായിട്ടുണ്ടോ? എന്റെ പൊന്നളിയാ, ഞാൻ ഒരിക്കലും നന്നാവാൻ ശ്രമിച്ച ആളാണ് ട്ടാ. പിന്നെന്താ നന്നാവാഞ്ഞേ? എന്ത് പറയാൻ എന്റെ പാലു, ഇതൊക്കെ വായിച്ച് നന്നാവാൻ തീരുമാനിച്ച് ഉറങ്ങണതാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് അപ്പൻ അവസാനമായിട്ട് ഒരു തുള്ളി കുടിക്കാൻ പറ്റാണ്ട എന്റെ അപ്പൻ ചത്തെ. ആ ശാപം എന്നോട്ട് പോവാന് ഡോക്ടറല്ല പ്രൊഫസർ. ഇയാളൊന്ന് പോയിടവേ. ഇതൊക്കെ ആലോചിക്കുമ്പോ സത്യമായിട്ട് സഹിക്കാൻ പറ്റുള്ള. എന്നിട്ട് പിന്നെന്ത് പറ്റി? അന്നൊരു 1-ാം തീയതി ഇറങ്ങും. ഒരു കുപ്പി ചാവാൻ വേണ്ടി സകലമാന ചാവന്മാരുടെ അടുത്ത് ഞാൻ തെണ്ടിയതാ. നിങ്ങൾക്കറിയോ, ഒരു പുന്നാരം പോലും തന്നില്ല. എല്ലാത്തിനും കാരണം അന്നത്തെ നശിച്ച 1-ാം തീയതി. കലണ്ടറിന്ന് 1-ാം തീയതി തന്നെ മാറ്റിക്കളയണം. ഇവന്റെ പൊട്ടക്കഥ കേട്ട് നീ എന്തിനാടാ കരയണത്? എടാ ഇവന് ഭ്രാന്താടാ. ഞാൻ അതൊന്നും ഓർത്തല്ല കരയണേ. ഞാൻ 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 എന്റെ കല്യാണത്തിന് തലേന്ന് നാട് വിട്ടു പോകുന്നതാ. എന്തിന്? എന്തുപറ്റി? എനിക്ക് കല്യാണം ഇഷ്ടമല്ല. നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വിഷമൊന്നും കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. അതായിരുന്നു ഞാൻ അന്നേ കഴിച്ചേനെ. പക്ഷെ കല്യാണം അതെനിക്ക് പറ്റില്ല. ആ എന്നാടാ, നിനക്ക് വേറെ ലൈൻ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്നാടാ അതിന്റെ കുഴപ്പം? അത് പിന്നെ ഏത് പിന്നെ? സാർ, എന്റെ പേര് മനുമൂഞ്ചി. വെരി ഗുഡ്, നൈസ് നൈൻ. പറയൂ മനുമൂഞ്ചി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സാർ മനുമൂഞ്ചി അല്ല, മനുമോൻ ജി. ഓഹോ, സോറി 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 സോറി. പറയൂ, എന്താണ് പ്രശ്നം? സാറേ, ഈ വരുന്ന 5-ാം തീയതി എന്റെ കല്യാണമാണ്. വെരി ഗുഡ്, കാർഡ് തന്നേക്കൂ. സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിക്കോളാം. അതല്ല സാറ്, സാർ എന്നെ ഒന്ന് സഹായിക്കണം. മൂഞ്ചി, നോ 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 നോ, നോ ഗിഫ്റ്റ്, നോ മണി. അതല്ല സാറേ, എനിക്കൊരു പ്രശ്നമുണ്ട്. മടിക്കണ്ട, പറയൂ. സാറേ, ഡോക്ടർ എനിക്ക് പെണ്ണിനെ പേടിയാ. അത് തനിക്ക് മാത്രമല്ല, ആണായി പിറന്ന ഒട്ടുമിക്ക പേർക്കും പേടിയാ. അതൊരു പ്രകൃതി നിയമമാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല ഡോക്ടറെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇയാളെ ഇഷ്ടം. അപ്പം ഈ പ്രണയം പറയുന്നവരോട് മാത്രമാണോ അതോ എല്ലാവരെയും പേടിയാണോ? അതായത് പ്രണയപരമായോ സെക്സ് പരമായോ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പ പേടിച്ചു കുറയ്ക്കും. ഒരു തരം ഞാൻ ചത്തു പോകുന്നുള്ള തോന്നലാ. ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സാർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? അടുത്ത മാസം 5-ാം തീയതി എന്റെ കല്യാണം. പ്ലീസ് സാറിന്റെ കാല് ഞാൻ പിടിക്കാം. ഇത്രേ ഉള്ളോ? പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. ഡോണ്ട് വറി മാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എന്റെ കല്യാണത്തിന് മുന്നേ ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുക്കും. എത്ര സമയം? ചിലപ്പോ 2-3 ആഴ്ച, ചിലപ്പോ മാസങ്ങളാവും. എനിക്ക് മാറാൻ 10 വർഷമെടുത്തു. അത് ശരി, അപ്പൊ പപ്പായമാരായിരുന്നല്ലേ? എന്നുവെച്ചാ കാണാൻ നല്ല ചേലുണ്ടാവുന്നുള്ളൂ, ഒരു ഗുണുണ്ടാവൂല. അതൊക്കെ വിടി കേട്ടാ. ചേട്ടനൊരു വഴി പറ. ചേട്ടനോ? പിന്നല്ലാണ്ട് വഴിയൊക്കെ സിമ്പിളാ. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത കുട്ടികള് ഈസ വാസ വേറെ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ അവരുടെ മുമ്പില് ഒന്നുമല്ല. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചതിന്റെ പ്രശ്നമൊക്കെ തീരൂലേ? ശിവണ്ണ എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ അറിഞ്ഞാണ്. എടാ വവ്വാലിനുണ്ടായവനെ, ഇംഗ്ലീഷ് അല്ല അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം മാറിയല്ല. പിന്നെ അതായത് ഒരു ലോറി ഓടി വരുന്നു. ഈ ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് ഈ ഡ്രൈവർ എങ്ങനെ ഈ ലോറി ഓടിച്ചോണ്ട് വരുന്ന ഒരു ആകാംക്ഷ വരും. ഈ ലോറിയെ കാണുമ്പോ ഒരു ഭയവും വരും. എന്തുകൊണ്ടാന്നറിയാം? എന്തുകൊണ്ടാ? അത് ലോറി ഓടിക്കാൻ അറിയാഞ്ഞിട്ട്. ലോറി ഡ്രൈവർക്ക് ഇതൊരു വളയം മാത്രമാണ്. ആ ലോറി പോലെയാണ് ഇവൻ ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത ഒരു കാഴ്ചക്കാരനും. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിച്ച പോരെ? എന്റെ വെച്ചിട്ട് ആശ്രമത്തിലൂടെ നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ റേറ്റ് കുറച്ച് ഞാൻ പഠിപ്പിച്ചുതരാം. ആ ലൈസൻസ് അല്ല, ഈ ലൈസൻസ്. പിന്നെ ആ ലോറി ഓടിച്ച ഡ്രൈവറെ എങ്ങനെ ലോറിയെ തിരിച്ചറിഞ്ഞോ അതുപോലെ പെണ്ണിനെ ഇവൻ തിരിച്ചറിയണം. എന്റെ പൊന്ന് സ്വാമി, കിടിലം. ഓ, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒരു പിതൃപുണ്യം. അതെ, ഇതൊന്നും ശരിയാവൂല. ഏത്? ഞാൻ നല്ല അന്തസ്സുള്ള ഫാമിലി പറഞ്ഞവനാ. അത് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മേനെ കൊന്നോളയും. എടാ കൊച്ചേ, ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്.
ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ തകരും. നീ പേടിക്കണ്ടാ, ഇതിനുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങൾ ചെയ്തു തരും. നീ കാശ് മാത്രം മുടക്കിയാൽ മതി. ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും.